കൺസ്ട്രക്ടർ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് ഒരു ബ്രീഫ് തരാം. ജാവാസ്ക്രിപ്റ്റിൽ ക്ലാസ് ഇംപ്ലിമെന്റ് ക്ലാസ് വരുന്നതിന് മുമ്പ് കൺസ്ട്രക്ടർ ഫംഗ്ഷനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഇൻഹെറിറ്റൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, പ്രോട്ടോടൈപ്പിംഗ് ഇൻഹെറിറ്റൻസ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെക്കാനിസമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു കേസിൽ ദിസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ നെയിം കൊടുക്കും. ഫംഗ്ഷൻ്റെ നെയിം എന്തായിരിക്കണം? ഷുഡ് ബി പാസ്കൽ കേസ്. ഐ മീൻ സ്റ്റാർട്ടിങ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ, പിന്നുള്ളതൊക്കെ സ്മോൾ ലെറ്റർ. അങ്ങനെ പാസ്കൽ കേസിലായിരിക്കണം ഫംഗ്ഷൻ്റെ നെയിം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടി എന്താ സാമ്പിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ. ഇതൊരു പാരാമീറ്റർ എടുക്കും, മേ ബി നെയിം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ദിസ് ഡോട്ട് നെയിം ഇസ് ഈക്വൽ ടു നെയിം. അപ്പം നിങ്ങൾ ക്ലാസ്സൊക്കെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിംഗ്, ഇപ്പോൾ ജാവയിലായാലും ക്ലാസ് യൂസ് ചെയ്യുമ്പം നിങ്ങൾ കൺസ്ട്രക്ടർ ചെയ്യാറുണ്ട്. അതിൽ ഈ ഒരു രീതിയിലാണ് ചെയ്യുക. സെയിം തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ ദിസിൻ്റെ വാല്യൂ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഇതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ജസ്റ്റ് സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യും. അപ്പം ഇവിടെ സാമ്പിൾ ന്യൂ സാമ്പിൾ എന്ന് പറയുമ്പം അതിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ്റെ പുതിയൊരു ഒബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ആയി. ആ കിട്ടുന്ന ഒബ്ജക്റ്റിലേക്ക് ആയിരിക്കും ഈ ദിസ് പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നെയിം, എന്തെങ്കിലും നെയിം കൊടുത്തു, എന്നിട്ട് സാമ്പിൾ. ഇവിടെ സാമ്പിൾ എന്ന് കൊടുക്കുന്നതിന് പകരം ഇവിടെ ദിസ് എന്ന് കൊടുത്താൽ നമുക്ക് നോക്കാം ഇതെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. സാമ്പിൾ യെസ്, കണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സാമ്പിൾ എന്ന് പറഞ്ഞ ഇതിൻ്റെ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പുതിയൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. ആ ഇൻസ്റ്റൻസിലേക്കായിരിക്കും ഈ ദിസ് പോയിന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി, ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നെയിം എന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്ന നെയിം അസൈൻ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ദിസ് ഞാൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നെയിം എന്ന് പറഞ്ഞ സാമ്പിൾ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ നെയിം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കിട്ടിയത്. ഇതൊന്നുകൂടി ക്ലിയർ ആകണമെങ്കിൽ ഈ കൺസോൾ ഡോട്ട് ലോഗ് ഇതിൻ്റെ മുൻപേ, അതായത് അസൈൻ ചെയ്യുന്നതിന് മുമ്പ്, അതായത് നെയിം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ദിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എം ടി ഒബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, സാമ്പിൾ എം ടി ഒബ്ജക്റ്റ്. പിന്നെ ആ ഒബ്ജക്റ്റിലേക്കാണ് നമ്മൾ നെയിം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വെക്കുന്നത്. അപ്പം ദിസിൻ്റെ വാല്യൂ അവിടെ റെഫർ ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റിലാണ്. അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഏതാണ്? ക്ലാസിൻ്റെ മെത്തേഡ്സിൽ ദിസ് എങ്ങനെയാണ് പോയിന്റ് ചെയ്യുന്നത്, ദിസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് എന്താ പറയുക, സാമ്പിൾ. എന്തോ ഒരു എറർ വരുന്നുണ്ട്. ഓക്കെ, സോറി. ക്ലാസ് സാമ്പിൾ. ഇതിലൊരു കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എന്തെങ്കിലും നെയിം, ദിസ് ഡോട്ട് നെയിം. ഇതൊക്കെ നോർമൽ, നിങ്ങളൊരു ക്ലാസ് എങ്ങനെയാണ് നോർമൽ ക്രിയേറ്റ് ചെയ്യുക, സെയിം സാധനം. കൺസ്ട്രക്ടർ ജസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഇതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സാമ്പിൾ എന്ന ക്ലാസ്സിൽ ഒരു എന്താ പറയുക, ഡെമോ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ മെത്തേഡിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗ് എന്താ പറയുക, ദിസ് ഡോട്ട് നെയിം, ഇത് പ്രിന്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇവിടെ ഈ ദിസ് ഏതിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കോൺസ്റ്റ് സാമ്പിൾ ഈക്വൽ ടു ന്യൂ സാമ്പിൾ, ഇവിടെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു സാമ്പിളിൻ്റെ. അത് നെയിം കൊടുക്കണം. നെയിം ഞാൻ ശിവ എന്ന് കൊടുത്തു. എന്നിട്ട്
ഞാൻ ഡെമോ എന്ന് പറഞ്ഞ മെത്തേഡ് അതിൽ വിളിച്ചു, ഇൻവോക്ക് ചെയ്തു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്കെന്ത് ശിവ എന്ന് കിട്ടി. ശിവ എന്ന് പ്രിന്റ് ചെയ്തത് ഏതാണ്? ദിസ് ഡോട്ട് നെയിമാണ്. കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ചുകൂടി ടെക്സ്റ്റ് ആഡ് ചെയ്യാം. നെയിം ഒന്നുകൂടി റീറൺ ചെയ്യാം. അപ്പം നെയിം ശിവ, ഈ ലൈനാണ് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ ദിസ് പോയിന്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ആണ്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആവുന്ന ടൈമിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ല, ഐ മീൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ട് അത് കൺസ്ട്രക്റ്റിൻ്റെ ഉള്ളിൽ വരും. തൊട്ട് മുമ്പ് ഞാൻ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ്റെ പറഞ്ഞില്ലേ, ആ സെയിം ഇതുപോലെ തന്നെ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും. ഈ ഒബ്ജക്റ്റിലേക്ക് പ്രോപ്പർട്ടി അസൈൻ ചെയ്യും, അതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്ന വാല്യൂ അതിലേക്ക് കൊടുക്കും. എന്നിട്ട് ഡെമോയിൽ നമ്മൾ ദിസ് എന്ന് ഇവിടെ വിളിക്കുന്ന ടൈമിൽ ആ ഒരു ഒബ്ജക്റ്റിലേക്കാണ് ഇത് പോയിന്റ് ചെയ്യുക. ഓക്കെ, അപ്പം വേറെ ഇതിൻ്റെ ഉള്ളിൽ ദിസ് എന്ന് ഇവിടെ കൺസോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും, ദിസ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ക്ലാസ്, അതിലെ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പം ഇതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഫൈനലായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇവന്റ് ഹാൻഡ്ലർ. ഇവന്റ് ഹാൻഡ്ലറിൽ ദിസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കൂടി നോക്കാം. ഓക്കെ, ഇവന്റ് ഹാൻഡ്ലേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊരു വെബ് ഡെവലപ്പർ ആണെങ്കിൽ ഇപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ക്ലിക്ക് ഇവന്റ് ഒരു ലിസണർ കൊടുത്തിട്ട് നിങ്ങളതിൽ നിങ്ങൾക്ക് വേണ്ട ലോജിക്ക് എഴുതും. അപ്പോൾ അതിനാണ് ഇവന്റ് ലിസണേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അത്തരം ഫംഗ്ഷൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ദിസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അതിന് ജാവാസ്ക്രിപ്റ്റ് ഇവിടെ നോഡ് ജെഎസിൽ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ HTML, നേരത്തെ HTML ഫയൽ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഞാനൊരു എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ഇവന്റ് ഹാൻഡ്ലർ കൊടുത്തിട്ട് അതിൽ ദിസ് യൂസ് ചെയ്തിട്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് ഞാൻ ഇവിടെ ബോഡിയിൽ ജസ്റ്റ് ഒരു, ഞാൻ ബട്ടൺ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു H1 ടാഗ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഹലോ എന്ന് കൊടുക്കാം. ഈ സ്ക്രിപ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാം. അത് നേരത്തെ റെഗുലർ ഫംഗ്ഷനിൽ വർക്ക് ചെയ്യുന്നത് നോക്കിയതാണ്. ഇവിടെ ഹലോ കൊടുത്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓൾറെഡി പോർട്ടിലൂടെ റൺ ചെയ്യുന്നുണ്ട്, ലൈവ് സെർവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഹലോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് വന്നിട്ടുണ്ട്. കറൻ്റ്ലി ഇതിന് ഒരു ഹാൻഡ്ലേഴ്സും അല്ലെങ്കിൽ ഇവന്റ് ഹാൻഡ്ലേഴ്സും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ സ്ക്രിപ്റ്റിൽ ഇവിടെ സ്ക്രിപ്റ്റിൽ താഴെ കൊടുക്കാം. ഇവിടെ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഹലോ, ഈ ID ഇവിടെ പാസ് ചെയ്യണം, H1 ഹലോ. എന്നിട്ട് ഇവിടെ ആഡ് ഇവന്റ് ലിസണർ കോൾ ചെയ്യുക. ഇതിൽ എന്താണ് ഇവന്റ്? ക്ലിക്ക് ഇവന്റ്. പിന്നെ ആ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഏത് ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് കൂടി ഡിഫൈൻ ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ദിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് ദിസ് ഇൻ ക്ലിക്ക്. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ദിസിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് നോക്കാം. ഇത് സേവ് ചെയ്യുക, ഓക്കെ, സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ബ്രൗസർ എടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൺസോളിൽ കാണാൻ പറ്റും H1 ടാഗ് വിത്ത്, അതായത് ഇവിടെ കൊടുത്ത H1 ഇല്ലേ, ഈ കംപ്ലീറ്റ് H1 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇവന്റ് ലിസണറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ദിസ് വെച്ച് കഴിഞ്ഞാൽ ഏത് എലമെന്റ് കാരണമാണോ ഈ ഇവന്റ് ട്രിഗർ ചെയ്തത് ആ എലമെന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഇവിടെ H1 ആണ് കൊടുത്തത്, അപ്പോൾ H1 കിട്ടി. ഇത് ഞാൻ H2 ആക്കി മാറ്റി. H2 ആക്കി മാറ്റിയിട്ട് ലിസണർ ഒന്നും ഞാൻ മാറ്റുന്നില്ല, സെയിം തന്നെ, ജസ്റ്റ് ടാഗ് മാത്രം മാറ്റി കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ H2 കിട്ടും. അപ്പം ഈ H2ൻ്റെ മേളിലാണ് നമ്മൾ ആ ക്ലിക്ക് ഇവന്റ് ട്രിഗർ ചെയ്തത്. അതുകൊണ്ട് ആ വാല്യൂ ആയിരിക്കും ഏതിൽ, ഇതിൻ്റെ ദിസിൽ കിട്ടുക.
ഇനി ഈ സെയിം സാധനം ഇവിടെ ഈ ഫംഗ്ഷന് പകരം എയറോ ഫംഗ്ഷനാണ് കൊടുത്തതെങ്കിൽ ഇതെങ്ങനെയാണ് ബിഹേവ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വിൻഡോ ഒബ്ജക്റ്റിനാണ് അത് ബൈ ഡിഫോൾട്ടായിട്ട് പോയിന്റ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ദിസ് എന്നുള്ള എന്നെപ്പറ്റി ഒരുപാട് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക. ഇത് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലത്തെ ഇനിയും വീഡിയോ വേണമെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനിയൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.